സ്വാഗതം. ഇത്തിരിവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ സൈഡിൽ നിൽക്കുന്നതായ മുള്ളാത്തയാണ്. അതിൻ്റെ ഫലമെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു ചെറിയ പ്ലാന്റാണ്, താഴെ തന്നെയാണ് ഈ പ്ലാന്റിനകത്തുനിന്ന് ഫലങ്ങൾ പിടിച്ചത്. 3 ഫലങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഫലം താഴെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. ഇത് ഒരെണ്ണം വിളവായി, നല്ല വിളഞ്ഞു. മറ്റ് 2 എണ്ണം ചെറുതാണ്. അത് നമുക്ക് നല്ലതുപോലെ തോരൻ വയ്ക്കാൻ നല്ലതാണ്. നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞ് നന്നായിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും നല്ല ഗുണങ്ങളും ഉള്ളതാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അത് 2 എണ്ണം തോരൻ വെക്കാനായിട്ട് അത് 2 എണ്ണം കട്ട് ചെയ്യുന്നു. ഒരെണ്ണം വിളഞ്ഞതും കട്ട് ചെയ്യുന്നതാണ്. അതാണ് ആ സന്തോഷമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അത് പങ്കുവയ്ക്കുന്നതിന് എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഈ മുള്ളാത്ത വളരെ ഗുണങ്ങളുള്ളതായ ഒരു വൃക്ഷമാണ്. അതെ, ഇലകളൊക്കെ നല്ല വളർന്നു വരികയാണ്. അതിൻ്റെ ആദ്യം ഞാനത് വിളഞ്ഞതായ മുള്ളാത്ത കട്ട് ചെയ്തെടുക്കുകയാണ്. വിളഞ്ഞ് നമുക്ക് താഴെ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല വിളവായി മുള്ളൊക്കെ പരന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുത്താണ്. കളറായി, മഞ്ഞ കളറായി. അതുപോലെ തന്നെ ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് പൊട്ടാണ്. ഇത് പക്ഷേ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ലതുപോലെ തോരൻ വെക്കുവാനായിട്ട് പറ്റും. നല്ല ഇത് നമുക്ക് തോരൻ വെക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഇത് 2 തോരൻ വെക്കാനായിട്ടാണ്. അത് മറ്റേത് നമ്മൾ പഴുപ്പിച്ച് തിന്നാനാണ്. ഏറ്റവും നല്ല ഗുണങ്ങളുള്ളതായ ഒരു ഫലമാണ് ഈ മുള്ളാത്ത. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മളൊരു മുള്ളാത്ത വെച്ച് പിടിപ്പിക്കണം. അത് നല്ല സന്തോഷമാണ്. അതെ, ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നല്ല കളറുണ്ട്, ഇതിന് നല്ല മഞ്ഞ കളറുണ്ട്. ഇത് നാളെ തന്നെ തോരൻ വെക്കാനായിട്ട് പറിച്ചതാണ്. ഈ തോരൻ വെച്ചൊരു പ്രാവശ്യം ഞാൻ കഴിച്ചു, പക്ഷേ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും അതിനു വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. താങ്ക് യു.